സെലേറിയയുടെ വാൽവ് കവർ ഓയിൽ ലീക്ക് കണ്ടോ. വാൽവ് കവറിൻ്റെ ടോപ്പ് ഭാഗങ്ങളിലായിട്ട് ഓയിൽ പഞ്ചി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആ വാൽവ് കവറിൻ്റെ പാക്കിങ് മാറിയിട്ട് കഴിഞ്ഞാൽ ശരിയാവുന്ന കേസുള്ളൂ. പിന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടുക. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇതാണ്. അപ്പോൾ ഈ കൂടുതലും മാരുതിയുടെ പെട്രോൾ വണ്ടികൾ ഉപയോഗിക്കുന്നവരെ വാൽവ് കവറിൻ്റെ ടോപ്പിൽ, അതായത് എഞ്ചിൻ്റെ മേൽഭാഗത്തു നിന്നൊക്കെ ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ വാൽവ് കവർ അയച്ചെടുത്തിട്ട് അതിൻ്റെ പാക്കിങ് മാറാമെന്നുള്ളൂ. അതിനൊന്നും വലിയ ചിലവ് വരില്ല. അപ്പോൾ ആരുടെയെങ്കിലും വണ്ടിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. വാൽവ് കവർ അയച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ്റെ ഉള്ളൊക്കെ നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഉള്ളൊക്കെ നല്ല വൃത്തിയാണ്. കറക്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന വണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഗ്രേവി പോലത്തെ ഒരു സാധനം പിടിക്കും. ഏതാണ്ട് ഒരു കളിമണ്ണ് പോലത്തെ സംഭവം. ഇത് നല്ല നീറ്റ് എഞ്ചിനാട്ടോ. കൂടുതലും നമ്മളെല്ലാവരും ഓയിൽ ചേഞ്ചൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നവരാണ്. പിന്നെ ഈ നമ്മൾ പഴയ വണ്ടികളൊക്കെ മേടിക്കാൻ പോകുന്ന സമയങ്ങളിലൊക്കെ ജസ്റ്റ് ആ ഓയിലിൻ്റെ ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ കൂടുതലും എല്ലാ വണ്ടികളുടെയും പുതിയ വണ്ടികളുടെയൊക്കെ ഓയിലിൻ്റെ ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളുഭാഗം നമുക്ക് കാണാൻ പറ്റും. ഉള്ളുഭാഗം കാണുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വാൽക്കോറിൻ്റെ ഉൾവശം കണ്ടില്ലേ, അതേമാതിരി നല്ല വൃത്തിക്കാണോ ഇരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം മനസ്സിലാവും. സാധാരണക്കാർക്കൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന പലരും വിചാരിക്കുന്നുണ്ട് എൻ്റെ സ്വന്തം വർക്ക്ഷോപ്പാണോന്ന്. ഞാൻ സ്വന്തം വർക്ക്ഷോപ്പല്ല, ഞാൻ സ്റ്റാഫാണ്. ബെന്നി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വർക്ക്ഷോപ്പാണ്. കോലഞ്ചേരിയിലാണ് സ്ഥാപനം. ഞാൻ കൂടുതലും മാരുതികളുടെ വണ്ടികളാണ് പണിയുന്നത്. പിന്നെ ബാക്കിയുള്ള വണ്ടികളുടെയൊക്കെ കാര്യം അത്യാവശ്യം എനിക്കറിയാം. എന്നാലും എനിക്കറിയാവുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ നമ്പർ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ഇടാം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അറിയാവുന്നത്. टाइगर का हुक्म।